നമ്മൾ ഈ പുതിയ സബ്സ്ക്രൈബേഴ്സിന് പുറകെ പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ചാനലിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ അനാലിറ്റിക്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വാച്ച് ടൈം ഫ്രം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നോട്ട് സബ്സ്ക്രൈബഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതലും നിങ്ങളുടെ ഈ വീഡിയോ വാച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരിക്കും ഈ വീഡിയോ വാച്ച് ചെയ്തിട്ടുള്ളവരുണ്ടാവും. നിങ്ങളുടെ വീഡിയോസിനെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ ചാനലിനെ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതെന്തുകൊണ്ടാണെന്ന് അറിയാൻ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നീട് ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്, നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനെ ഇഷ്ടപ്പെട്ട് തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ പോലും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്. കാരണം ഒരാൾ ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ ആ വീഡിയോ കാണുന്നത്, അവരുടെ തലയിൽ ആ സമയത്ത് എന്താണ്, ആ വീഡിയോയിൽ എന്താണ് ഇപ്പോൾ പറയുന്നത്, ആ വീഡിയോയിൽ അടുത്തത് എന്താണ് പറയാൻ പോകുന്നത്, എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ക്ലൂവോ ട്രിക്സോ ടിപ്സോ ഒക്കെ ആണെങ്കിൽ അത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കും അവരുടെ മനസ്സിൽ. അപ്പോൾ അവരുടെ മനസ്സിൽ ആ സമയത്ത് നമ്മുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ വീഡിയോയെ ലൈക്ക് ചെയ്യണമെന്നോ ആ ഒരു ചിന്തയൊന്നും അവരുടെ തലയിലുണ്ടാവില്ല. അവർ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്തിട്ട് മൊബൈൽ വെച്ചിട്ട് അവരുടെ അടുത്ത പണി ചെയ്യാൻ പോകുന്നു, അതല്ലെങ്കിൽ അടുത്ത വീഡിയോ വാച്ച് ചെയ്യുന്നു. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ തലയിലേക്ക് നമ്മളായിട്ട് വീഡിയോയിൽ പറഞ്ഞു കൊണ്ടുവരണം, ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുന്നോട്ട് കാണുമെന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ കാര്യങ്ങൾ നമ്മളായിട്ട് അവരുടെ തലയിൽ ഇട്ട് കൊടുക്കണം, നമ്മുടെ വീഡിയോയിലൂടെ തന്നെ. മെസ്സേജിലൂടെ അല്ല, സ്പാം മെസ്സേജ് ചെയ്യുന്നതിലൂടെ അല്ല ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോയിലൂടെയാണ് നമ്മളിത് പറയേണ്ടത്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിലായാലും നടുഭാഗത്തായാലും എൻഡിലായാലും നമ്മൾ അവരുടെ തലയിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഇതേപോലുള്ള ചാനൽ മുന്നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അവരുടെ തലയിൽ പറഞ്ഞു കൊടുക്കണം. ഇതിനെയാണ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മിനിമം നമ്മുടെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3 സ്ഥലങ്ങളിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ വീഡിയോ തുടങ്ങി ആ ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നത് കേട്ടിട്ടും ചെയ്യാത്ത പലരുമുണ്ട്, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ സമ്മറൈസ് ചെയ്യുന്ന സമയത്തും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വീഡിയോയുടെ മിഡിൽ ഭാഗത്ത് നമ്മൾ ആളുകളെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത്, ആളുകളെ എൻഗേജ് ചെയ്ത് വെക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഐഡിയ ഉപയോഗിച്ച് നമ്മൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ചുകൂടെ അവിടെയും പറയാവുന്നതാണ്. അത് നമ്മൾ ഐഡിയ ഉപയോഗിക്കണം. ആ എൻഗേജ് ചെയ്യുന്ന ഒരു സമയമാണ്, ആളുകളെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന ഒരു സമയത്താണ് നമ്മളിത് പറയുന്നത്. അത് എങ്ങനെ പറയണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് വേണം അത് പറയാൻ. അപ്പോൾ വീഡിയോയിൽ ആ ഒരു 3 ഭാഗത്തായിട്ട് നമ്മൾ മിനിമം 3 ഭാഗത്തായിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ ഇത് പറയുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ, ആനിമേറ്റഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങളുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്നതിനോടൊപ്പം ആ ഒരു വിഷ്വലും കൂടെ ആകുമ്പോൾ ആളുകളുടെ ശ്രദ്ധയിൽ അത് പെടും. ആളുകൾ പെട്ടെന്ന് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ നിങ്ങളിൽ പലരുടെയും വീഡിയോസ്, ലോങ് വീഡിയോസ് എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വീഡിയോസാണ്, ക്വാളിറ്റി ഉള്ള വീഡിയോസൊക്കെയാണ്, പക്ഷേ എവിടെയോ തുടങ്ങി എവിടെയോ തീർന്നു. കാരണം നിങ്ങൾ അതിൽ എവിടെയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇനി മുതലെങ്കിലും അത് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഈ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിൽ കൂടുതൽ ആളുകളും ചിലപ്പോൾ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ വളരെയധികം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വാച്ച് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഇത് ഉണ്ടാവത്തില്ല. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇത് നമ്മളായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇനി മുതൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ പുതിയ സബ്സ്ക്രൈബേഴ്സിന് പുറകെ പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ചാനലിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. അതിന് വേണ്ടത് നമ്മുടെ കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഒരു വീഡിയോ അല്ലെങ്കിൽ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ 5, 6, 10 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് കിട്ടത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഓൾറെഡി കിട്ടിയിട്ടുള്ള ഈ സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ പാട്ടിന് പോകും. നമ്മൾ നമ്മുടെ ചാനലിൽ എപ്പോഴും എന്തെങ്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും എപ്പോഴും നമ്മുടെ ചാനലിൽ ഇതേപോലെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ചാനലിൽ എപ്പോഴും ഒരു
ഇളക്കം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ കസിൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ബഹളവും ഒരു സന്തോഷവും എപ്പോഴും ഉണ്ടാവുമല്ലോ. ആ ഒരു സംഭവം നമ്മുടെ ചാനലിൽ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ചാനലിൽ എപ്പോഴും ആരെങ്കിലും വന്നും കൊണ്ടേയിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും വാച്ച് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എപ്പോഴും ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. ഈ രീതിയിൽ നമ്മുടെ ചാനൽ എപ്പോഴും ഒന്ന് അനങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവും, ഇവർ അടുത്ത വീഡിയോ വന്നു, അല്ലെങ്കിൽ അടുത്ത വീഡിയോ എന്ന് വരും, ഈ സമയത്ത് അടുത്ത വീഡിയോ വരും. ഇങ്ങനെ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിംഗ് കൂടെ ഒന്ന് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോസ് റെഗുലർ വാച്ച് ചെയ്യുന്നവർക്കും അവർക്ക് മനസ്സിലാവും ഈ ചാനലിൽ നിന്നുള്ള വീഡിയോ ഈ ദിവസങ്ങളിൽ ഈ സമയത്തായിരിക്കും വരുന്നത്. അപ്പോൾ അവർ ഒന്നുകിൽ അതിനുവേണ്ടി കാത്തിരിക്കും, അതല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ എത്തുമ്പോൾ ഉടൻ തന്നെ അവരത് വാച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു റെഗുലാരിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ആരെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരു സ്പാം കമൻറ്റിനൊന്നും റിപ്ലൈ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ നോർമലായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ വീഡിയോ എന്നോ ഹായ് ഹലോ എന്ന് എന്തു പറഞ്ഞ് കമൻറ്റ് ചെയ്താലും, പക്ഷേ ഒരു സ്പാം കമൻ്റ് അല്ല, നോർമൽ വീഡിയോ ആണ്, നോർമൽ കമൻ്റ് ആണ്, അതിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കണം. ഓരോരുത്തർക്കും നിങ്ങൾ റിപ്ലൈ കൊടുക്കുമ്പോൾ അവർക്കും തോന്നും എൻ്റെ കമൻറ്റ് അവർ കണ്ടു, ആ കമൻറ്റിന് എനിക്ക് റിപ്ലൈ തരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഹെൽപ്പായിരിക്കും ചോദിക്കുന്നത്. ആ ഹെൽപ്പിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ സഹായം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതിനായിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നതും ആളുകൾക്ക് ഓരോ കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടി. അറിയിക്കാൻ വേണ്ടി ഒരു കാര്യം നമ്മൾ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അതൊരു വീഡിയോയിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. അതിനായിട്ട് ആരും പൈസ ചോദിക്കരുത്. അങ്ങനെ ചില ചാനലുകളുണ്ട്, അത് വേറെ കാര്യം, അത് പിന്നെ പറയാം. അപ്പോൾ നമ്മളോട് ആരെങ്കിലും നമ്മുടെ വീഡിയോയിൽ കണ്ട് അതിലൊരു ഡൗട്ട് ചോദിച്ച് ആരെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം. അവരെ സഹായമാണെങ്കിൽ ആ ഹെൽപ്പ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കമൻസിന് റിപ്ലൈ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ് നമ്മുടെ ചാനലിലും വീഡിയോസിനും ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ പൈസയുടെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോയിൽ തന്നെ ഒരാൾക്കൊരു ഡൗട്ടുണ്ട്, ആ ഡൗട്ട് ക്ലിയർ ചെയ്യണം, അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ആ വീഡിയോയ്ക്ക് മുകളിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാൻ ചിലർ പൈസ ചോദിക്കുന്ന കുറേ ടീമുകളുണ്ട്, കുറേ ചാനലുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം സ്പെസിഫൈ ചെയ്തത്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ നിങ്ങളുടെ പ്രേക്ഷകരോട് പറയുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള കാര്യം. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ അടിയിലോ വരുന്ന കമൻസിന് റിപ്ലൈയിലല്ല, സ്പാം കമൻറ്റിങ് ചെയ്തല്ല നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കൂട്ടേണ്ടത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീഡിയോയിൽ എപ്പോഴും എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാവുക. അതുപോലെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കൂടും. അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സ് പൊഴിഞ്ഞു പോകത്തുമില്ല. അതേപോലുള്ള കാര്യമാണ് നിങ്ങൾ കമൻസ്, നിങ്ങളുടെ വിക്ക് വരുന്ന കമൻസിന് നിങ്ങളുടെ വീഡിയോയ്ക്ക് ആരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക്, നിങ്ങളുടെ ചാനലിന് എപ്പോഴും ഒരു ഇളക്കവും അനക്കവും ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ ചാനൽ തന്നെ പെട്ടെന്ന് ഗ്രോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.